ശരി ശരി, എങ്കിൽ വീട്ടിൽ പോരുന്നവർ എല്ലാവരും ഇറങ്ങിക്കോ. നമുക്ക് പോയേക്കാം. ബാല്യകാല സുഹൃത്തുക്കൾക്ക് വിശേഷങ്ങൾ ഒരുപാട് പറയാൻ കാണും. ഒന്ന് പോടാ, നിന്റെ ഒരു തമാശ. എല്ലാവരും അങ്ങനെ ഇരിക്കെ ബെഞ്ചമിനും ജെയ്മിയും അവിടേക്ക് വന്നു. പിന്നെ ബെഞ്ചമിൻ തേയെ കൊണ്ട് ഹോസ്റ്റലിലേക്കും ജൂൺ ബാക്കിയുള്ളവരെ കൊണ്ട് വീട്ടിലേക്കും പോയി. ജിമിൻ നേരെ കമ്പനിയിലേക്കും പോയപ്പോൾ ഹോസ്പിറ്റലിൽ പിന്നെ മൈക്കിളും അബ്രഹാമും തനിച്ചായി. എടാ, നിനക്ക് എന്തുകൊണ്ടാ ഇങ്ങനൊരു അറ്റാക്ക് വന്നത് എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നീ ജിമിനെ പറ്റി ആലോചിച്ച് ഒത്തിരി വേവലാതിപ്പെടുന്നുണ്ട് അല്ലേ? ആടാ, എനിക്ക് മറ്റൊന്നിനെയും പറ്റി വിഷമമില്ല. എന്റെ ജിമിൻ എന്ത് സന്തോഷത്തോടെ ഇരുന്ന കുഞ്ഞാ. നിനക്ക് ഓർമ്മയില്ലേ? എന്ത് തിരക്കുണ്ടെങ്കിലും അവൻ കുടുംബത്തിന് വേണ്ടി എപ്പോഴും ഫ്രീ ആയിരിക്കും. പക്ഷെ ഇപ്പോ അവൻ പലതും മറക്കാൻ ജോലിയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. നീ അവനോട് സംസാരിച്ചില്ലേ? ഉം, സംസാരിച്ചു. അവസാനം ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു ഒരു രണ്ടാം വിവാഹത്തിനായി. ഏ, സത്യാണോടാ നീ പറയുന്നത്? ജിമിൻ സമ്മതിച്ചു? അത് നന്നായി. അവൻ സമ്മതിച്ചപ്പോ തന്നെ എനിക്ക് പകുതി സമാധാനായി. അവനെ പറ്റി ആലോചിച്ച് ഇനി എനിക്ക് ദുഃഖിക്കണ്ട. ഇനിയുള്ള ഒരു കടമ്പ അവന് ചേർന്ന ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുക എന്നതാണ്. മൈക്കിളിന്റെ വാക്കുകൾ കേട്ട് അബ്രഹാം കുറച്ചു നേരം ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ, നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്കൊരു മകൻ ജനിച്ചപ്പോ നമ്മൾ തമ്മിൽ പറഞ്ഞ വാക്ക്? എനിക്കൊരു മകൻ ജനിച്ച അവനെ കൊണ്ട് എന്റെ മകളെ വിവാഹം കഴിപ്പിക്കാമെന്ന്. അന്ന് നമ്മൾ ആഗ്രഹിച്ച പോലെ എനിക്ക് ഒരു മകൾ പിറന്നു. തേക്ക് കല്യാണപ്രായമായപ്പോ നിന്നോട് അവരുടെ കല്യാണം സംസാരിക്കാൻ ഞാൻ വരാനിരുന്നപ്പോഴാണ് ജിമിന്റെ കല്യാണം ക്ഷണിക്കാൻ നീ വന്നത്. പിന്നെ ഞാൻ ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. പക്ഷേ വിധി വീണ്ടും നമുക്ക് ഒരവസരം തന്നു. ജിമിന് വേണ്ടി തേയെ ആലോചിക്കാൻ നിനക്ക് സമ്മതാണോ? എടാ, നീ എന്താ ഈ പറയുന്നത്? തേയെ എന്റെ മോന് വേണ്ടി? നീ സത്യാണോ പറയുന്നത്? എടാ, നീ ആലോചിച്ചിട്ട് തന്നെയാണോ? ഞാൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറയുന്നത്. ജിമിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ മിടുക്കനാ. അവനെ പോലെ ഒരാളെ മരുമകനായി കിട്ടുന്നത് ഒരു ഭാഗ്യ. പിന്നെ നീ ജെറിയെ പറ്റി ഓർത്താണ് വേവലാതിപ്പെടുന്നെങ്കിൽ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്നെക്കാളും നന്നായി നിനക്കറിയാം ദയ എത്രമാത്രം ജെറിയെ സ്നേഹിക്കുന്നെന്ന്. അവന് ഒരു നല്ല അമ്മയാകാൻ ഇന്ന് ഈ ലോകത്ത് ഏറ്റവും യോഗ്യ എൻ്റെ മോള് തന്നെയാണ്. ഇവിടെ വന്ന ശേഷം ഒരിക്കൽ പോലും അവൾ നാട്ടിൽ വന്നിട്ടില്ല. എപ്പോഴും ജെറിയുടെ കാര്യം മാത്രമാണ് അവൾക്ക് പറയാനുള്ളത്. വീട്ടിലെ പല വിവാഹാലോചനകൾ വന്നാലും അവൾ വേണ്ട എന്നാണ് പറയുന്നത്. അതിന് കാരണവും ജെറി തന്നെയാണ്. ഞാൻ പോയാൽ പിന്നെ ജെറി ആര് നോക്കും ഡാഡി എന്നാണ് അവൾ ചോദിക്കുന്നത്. സാറ എത്ര പറഞ്ഞിട്ടും അവളൊരു വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ചിലപ്പോ ഇതിന് സമ്മതിച്ചാലോ? മൈക്കിൾ അബ്രഹാമിന്റെ വാക്കുകൾ കേട്ട് അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അബ്രഹാമേ, എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒരിക്കൽ പോലും നിന്റെ നാവിൽ നിന്നും ഞാൻ ഇങ്ങനെ ഒരു വാക്ക് പ്രതീക്ഷിച്ചില്ല. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. നീ നന്ദി വാക്കൊന്നും എന്നോട് പറയണ്ടടാ. നമ്മൾ തമ്മിലെ ബന്ധം എങ്ങനെയുള്ളതെന്ന് നമുക്കറിയാലോ. നമ്മ രണ്ടുപേർക്കും എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ വേറെ ആരുണ്ട് നമ്മളല്ലാതെ? നിന്റെ വീട്ടിലേക്ക് തേയം മരുമകളായി വിടാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മതിയടാ, മതി. ഇനി എനിക്ക് വേറൊന്നും ആലോചിക്കണ്ട. നിന്റെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നിനെയും ഭയക്കണ്ട. നീ മോളോട് കൂടെ ഒന്ന് ചോദിച്ച് അവളുടെ സമ്മതം കൂടെ ഒന്ന് ചോദിക്ക്. എന്നിട്ട് എന്താണെന്ന് വെച്ചാ നമുക്ക് തീരുമാനിക്കാം. എനിക്കും അത് തന്നെയാ പറയാനുള്ളത്. നീ ജിമിനോട് കൂടെ ചോദിക്ക്. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. ഹോസ്പിറ്റലിൽ നിന്നും കമ്പനിയിലേക്ക് പോയ വഴിയിൽ ജിമിൻ്റെ മനസ്സിൽ മുഴുവനും മൈക്കിളിനോട് സംസാരിച്ച കാര്യങ്ങളായിരുന്നു. ഡാഡി ഇനി തനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ തുടങ്ങും. ഇനി എങ്ങനെയുള്ള പെണ്ണിനെ ആയിരിക്കും ഡാഡി കണ്ടുപിടിക്കുന്നത് എന്നോർത്ത് അവൻ ഒന്ന് ഭയന്നു. വരുന്ന പെണ്ണിന് തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ജെറി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അറിയാതെ അവൻ്റെ ചിന്ത തേയിലേക്ക് പോയി. എന്താണെന്നറിയില്ല. തനിക്കൊരു പക്ഷേ ഒരു വിവാഹ ജീവിതമുണ്ടായാൽ അതിന് ഉത്തമ തേയാണെന്ന് അപ്പോൾ ജിമിന് തോന്നി. അതിന് കാരണം ജെറി തന്നെയാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഈ അവസരത്തിൽ തേയ തന്നെയാണ് ജെറിക്ക് ഒരു അമ്മയായി വരാൻ യോഗ്യതയുള്ള പെണ്ണ്. ഗുഡ് മോർണിംഗ് സാർ. സാർ നേരത്തെ എത്തുമെന്ന് കരുതിയില്ല. പി എയുടെ വാക്കുകൾ ജിമിനെ തിരികെ സുബോധത്തിലേക്ക് എത്തിച്ചു.
ആ റിജോ, അത് പിന്നെ ഡാഡിക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ല. മിക്കവാറും നാളെ ഡിസ്ചാർജ് ആകും. പിന്നെ അവിടെ ബൈസ്റ്റാൻഡറായി അങ്കിൾ ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഇങ്ങ് പോന്നു. ഓ, അബ്രഹാം സാർ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ കുറെ വർഷങ്ങളായി SA ഗ്രൂപ്പ് നല്ല പ്രോഗ്രസീവ് ആയിട്ടാണ് പോകുന്നത്. സാർ, നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആയതുകൊണ്ട് ചോദിക്കുക, MJ ഗ്രൂപ്പ്സും SA ഗ്രൂപ്പ്സും തമ്മിൽ ഉടനെ എന്തെങ്കിലും കൊളാബറേഷൻസ് ഉണ്ടാവോ? അങ്ങനെ സംഭവിച്ചാൽ ബിസിനസ് ലോകം കത്തും. ആ, ചില പ്രോജക്ട്സ് ബെഞ്ചമിനുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നും ഉറപ്പിച്ചില്ല. നോക്കാം. ആ, മീറ്റിംഗിന്റെ പ്രിപ്പറേഷൻസ് എന്തായി? എല്ലാം റെഡിയാണ് സാർ. വി ആർ വെയിറ്റിംഗ് ഫോർ അവർ ക്ലയൻസ്. ഓക്കെ ദെൻ, എങ്കിൽ താൻ പോയിക്കോ. ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ സാർ. ആ, അബ്രഹാം അച്ചായ എത്തിയോ? ഇച്ചായൻ എങ്ങനെയുണ്ട്? ഡോക്ടർ പിന്നെ വന്നായിരുന്നോ? അവനിപ്പോ നല്ല കുറവുണ്ട്. നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ ജൂണിനോട് പറഞ്ഞത്. ഓ, സമാധാനായി. അച്ചായൻ എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ. ഡിന്നർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം. ആയിക്കോട്ടെ. സാറേ, നീ ഒന്ന് വന്നേ. ദേ വരുന്നു ഇച്ചായ. സാറേ, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. എന്താ ഇച്ചായ? എന്തു പറ്റി? ഞാനിന്ന് മൈക്കിളുമായി സംസാരിച്ചു. അവനിപ്പോ ഇങ്ങനൊരു അറ്റാക്ക് വരാൻ കാരണം ജിമിനെ കുറിച്ചുള്ള അവന്റെ അമിത ചിന്തയാണ്. ഇന്നവൻ ജിമിനുമായി സംസാരിച്ചു. ജിമിൻ 2ാം വിവാഹത്തിന് സമ്മതിച്ചു എന്നാ അവൻ പറഞ്ഞത്. ഏ, സത്യാണോ ഇച്ചായ? ജിമി സമ്മതിച്ചു? അതെന്തായാലും നല്ലൊരു വാർത്തയാണല്ലോ. എത്ര കാലമെന്ന് വെച്ചാ അവൻ ഒരു കൂട്ടില്ലാതെ തനിയെ ജീവിക്കുന്നത്. അത് മാത്രല്ല, ജെറി വളർന്നു വരുവാണ്. അവനൊരു അമ്മയുടെ ആവശ്യം കൂടുതൽ വേണ്ട സമയമാ വരുന്നത്. ജിമിന് ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഉം, ശരിയാ. അതുകൊണ്ട് തന്നെ ഞാൻ മൈക്കിളിന് ഒരു പ്രപ്പോസൽ വെച്ചു. എന്ത് പ്രപ്പോസൽ? നമ്മുടെ തേയും ജിമിനുമായിട്ടുള്ള വിവാഹത്തിന്റെ പ്രപ്പോസൽ. എന്താ ഇച്ചായൻ എന്താ പറഞ്ഞേ? തേയെ ജിമിന് വേണ്ടി മൈക്കിളച്ചായന്റെ അടുത്ത് നിങ്ങൾ ആലോചന കൊണ്ട് ചെന്നോ? അതെ, ഒരുപക്ഷെ ജിമിൻ അവിവാഹിതനായിരുന്നെങ്കിൽ പണ്ടേ നടക്കേണ്ടിയിരുന്നതായിരുന്നു അവരുടെ വിവാഹം. പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ. എന്നിരുന്നാലും ദേ, നീ തന്നെ നോക്കിക്കേ. അവസാനം ദൈവം തന്നെ ഒരവസരം തന്നിരിക്കുവാ. പക്ഷെ ഇച്ചായ, ജിമിന് ഇത് 2ാം വിവാഹമാ. നമ്മുടെ മോളുടെ 1ാമത്തേതും. നാട്ടുകാരൊക്കെ എന്തു പറയും? നിനക്ക് നാട്ടുകാരുടെ ചിന്തയെ പറ്റിയാണോ ആവലാതി? അത് പിന്നെ, തേയ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജെറി അവൾക്ക് ജീവനാണ്. നാളെ ഇത്രയായിട്ടും ഒരു വിവാഹ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ആ കുഞ്ഞിന് സ്വന്തം കുഞ്ഞിനെ പോലെയാ അവള് വളർത്തുന്നത്. അവൾക്ക് അവന്റെ അമ്മയാകാൻ ഒരു അവസരമാണ് ഈ കല്യാണം. അത് അവള് വേണ്ടെന്ന് വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തേയ ഈ വീട്ടിലേക്ക് വിവാഹം കഴിപ്പിച്ചു വിടുന്നതിൽ എതിർപ്പൊന്നുമില്ല. നമ്മുടെ കുടുംബക്കാര് ഇതെങ്ങനെ എടുക്കുമെന്നാ എന്റെ ഒരു പേടി. ഓ, പിന്നെ ഒരു കുടുംബക്കാര്. കോടികളുടെ കടത്തിൽ ഞാൻ പെട്ടപ്പോ ഈ കുടുംബക്കാരാരെയും കണ്ടില്ലല്ലോ. അന്നെന്റെ മൈക്കിൾ ഉണ്ടായതുകൊണ്ടാ നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അതിന്റെ കടപ്പാട് എനിക്ക് അവനോട് എപ്പോഴും കാണും. ഇത് ഞാൻ അവനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു അവസരമായിട്ട് കൂടിയാ കരുതുന്നത്. തേയ്ക്ക് സമ്മതമാണെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തും. എന്താന്ന് വെച്ചാ ഇച്ചായൻ തീരുമാനിച്ചോ? എനിക്ക് സമ്മതാണ്. ആ, എന്തായാലും മൈക്കിൾ ഹോസ്പിറ്റലിൽ നിന്നും തിരികെ വരട്ടെ. അവൻ റീനോട് സംസാരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി മക്കളോട് ചോദിക്കാം. അങ്ങനെ അടുത്ത ദിവസം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും മൈക്കിളിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. മൈക്കിൾ റീനയോട് ജിമി മറ്റൊരു വിവാഹത്തിന് സമ്മതിച്ചതും അബ്രഹാം ജിമിനും തേയുമായിട്ടുള്ള വിവാഹത്തെപ്പറ്റി സംസാരിച്ചതും പറഞ്ഞു. സത്യമാണ് ഇച്ചായ ഞാൻ ഈ കേൾക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. സ്വപ്നമല്ല, സത്യമാടി. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മുടെ മോന്റെ ജീവിതത്തിൽ നല്ലൊരു പെൺകുട്ടി കടന്നു വരാൻ പോകുക. എനിക്ക് ഒത്തിരി സന്തോഷമായി ഇച്ചായ. നിങ്ങൾക്കറിയോ, ഇന്നലെ തേ ഹോസ്പിറ്റലിൽ വന്നപ്പോ ഉടുത്തുകൊണ്ട് വന്ന സാരി ഞാൻ സിയക്ക് ഗിഫ്റ്റ് കൊടുത്തതാ. അത് സിയ ഒരിക്കൽ പോലും ഉടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ മരുമകളാകാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് വാങ്ങിച്ചു വെച്ച സാരിയാ അത്. ജിമിൻ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് അവസാനം തേയുടെ കയ്യിലെത്തി. എല്ലാം ഒരു നിമിത്തമായി തോന്നുന്നു.
തേയ ഈ വീട്ടിൽ വന്നതിന് ശേഷമാ ഈ വീട് ഉണർന്നത്. ജെറിക്ക് ഈ വാർത്ത ഒത്തിരി സന്തോഷം നൽകും, എനിക്ക് ഉറപ്പാ. ജിമിൻ തേയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കുമായിരിക്കും അല്ലേ? സമ്മതിക്കും, നീ കണ്ടോ. ലിവിംഗ് റൂമിൽ മൈക്കിളും റീനയും അബ്രഹാമും സാറയും ബാക്കി എല്ലാവരും ഇരിക്കുമായിരുന്നു. എല്ലാവരോടുമായി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനും അബ്രഹാമും കൂടി ജിമിന്റെയും തേയയുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു. മൈക്കിളിന്റെ വാക്കുകൾ കേട്ട് ജിമിനും തേയും ഒന്ന് ഞെട്ടി. ഒരിക്കലും അവർ ഈ ഒരു വാർത്ത പ്രതീക്ഷിച്ചിരുന്നില്ല. ജിമിൻ തന്റെ ഭാര്യയായ തേയെ മൈക്കിൾ തിരഞ്ഞെടുക്കുമെന്ന് വിചാരിച്ചില്ല. തേയ അബ്രഹാമിനെ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് കരുതിയില്ല. ഞാനും മൈക്കിളും ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. നിങ്ങളുടെ അമ്മമാർക്കും സമ്മത. ഇനി സമ്മതം ചോദിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരോടുമാ. തേമോളെ, നിനക്ക് ഈ വിവാഹത്തിന് സമ്മതാണോ? എനിക്ക് സമ്മതമാണ് ഡാഡി. തേയുടെ വാക്കുകൾ കേട്ട് എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി പടർന്നു. നിനക്ക് സമ്മതമാണോ ജിമിനെ? എനിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല ഡാഡി. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതാണ്. ജിമിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഒരു ദീർഘനിശ്വാസം വിട്ടു. ഒരു ഭാരം മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതുപോലെ തോന്നി. എല്ലാവരുടെയും മുഖത്ത് സന്തോഷത്തിന്റെ പുഞ്ചിരി വിടർന്നു. OMG, ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ്. എനിക്ക് ഒത്തിരി സന്തോഷായി. ജിമിച്ച, തേച്ചി, നമുക്കിത് അടിച്ചു പൊളിക്കണം. ഫൈനലി എനിക്കൊരു അടിപൊളി നാത്തൂനെ കിട്ടാൻ പോവാ. എടി, ഒന്ന് പതുക്കെ കൂവ്, മനുഷ്യന്റെ ചെവി ഇപ്പൊ പൊട്ടിയേനെ. ഇനിയിപ്പോ വൈകിക്കേണ്ട. കല്യാണത്തിനുള്ള തീയതി തീരുമാനിക്കണം, എല്ലാവരെയും വിളിക്കണം. ഒത്തിരി ജോലി കിടക്കുന്നു. അതെ, ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം ഗംഭീരമായി നടത്തണം, അല്ലേ ഡാഡി? ശരിയാ മൈക്കിളെ, ഈ വിവാഹം നാടെങ്ങും കാണാത്ത വിധം അതിഗംഭീരമായി നടത്തണം. നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഫാമിലി, ഫ്രണ്ട്സ്, മീഡിയ എല്ലാവരെയും വിളിച്ചോ, ഒട്ടും കുറയ്ക്കേണ്ട. ആടാ, നമുക്കിത് ഒരു ആഘോഷമാക്കണം. എന്താ ഇവിടെ ഒരു ബഹളം? ജെറിമോനെ, നീ അറിഞ്ഞോ? നിന്റെ ഡാഡി തേമമ്മയെ കല്യാണം കഴിക്കാൻ പോവാ. ശരിയാണ് ജിമി ആന്റി. തേമമ്മ അപ്പൊ ശരിക്കും എന്റെ മമ്മയാവാൻ പോവാണോ? അതെ മോനെ, ഇനി നിനക്ക് തേമമ്മ എന്ന അധികാരത്തോടെ അവകാശത്തോടെ വിളിക്കാം. ജെയ്മിയുടെ വാക്കുകൾ കേട്ട് ജെറി നേരെ ജിമിന്റെ അടുത്തേക്ക് ഓടി. ജിമിനെ മുറുകെ കെട്ടിപ്പിടിച്ചു. പക്ഷേ പെട്ടെന്നാണ് അവന്റെ ഏങ്ങലടിച്ച് കരയുന്ന ശബ്ദം കേട്ട് ജിമിൻ അവനെ എടുത്തു പൊക്കിയത്. ജെറി, മോനെ, എന്തു പറ്റി? മോനെന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ടാ പപ്പ. പപ്പയ്ക്ക് അറിയോ, എനിക്ക് തേമമ്മ സ്വന്തം മമ്മിയായിട്ട് എല്ലാവരോടും പറയാൻ ഇഷ്ടാ. പക്ഷേ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഡാഡി തേമമ്മയെ കല്യാണം കഴിച്ചാത്തോണ്ട് തേമമ്മയെ എന്റെ മമ്മീന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ എനിക്ക് ഇനി പറയാലോ. പപ്പ തേമമ്മയെ കല്യാണം കഴിച്ചെന്ന്. എനിക്കും ഇപ്പോ പപ്പയെയും മമ്മയും ഉണ്ടെന്ന്. താങ്ക് യു പപ്പ, താങ്ക് യു സോ മച്ച് ഉമ്മ. ജെറിയുടെ വാക്കുകൾ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിയിച്ചു. ജിമിനും അവന്റെ കണ്ണുനീരിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും തേയ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അയ്യേ, മമ്മിയുടെ മോൻ കരയുവാ. മോ ഇനി കരയണ്ട കേട്ടോ. ഇനി മോന്റെ കൂടെ മമ്മി എന്നും കാണും. ജെറി മുഖമുയർത്തി തേയുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ അവളെ കെട്ടിപ്പിടിച്ച് ഒരുമ്മ കൊടുത്തു. ജിമിൻ ജെറിയെ ഒരു കൈകൊണ്ടും തേയെ മറ്റേ കൈകൊണ്ടും താങ്ങി നിർത്തി. തേയെയും ജെറിയെയും ജിമിനെയും ഒരുമിച്ച് കണ്ട വീട്ടുകാർ എല്ലാവരുടെയും മുഖത്ത് ഒരു ചിരി പടർന്നു. ഇപ്പോഴാണ് അവരുടെ കുടുംബം പൂർത്തിയായതെന്ന് അവർക്ക് തോന്നി. ഇതിൻ്റെ ഇടയിൽ ജിമിൻ തേയെ ഒളിക്കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ചിരി കണ്ട് അവന് മനസ്സിലായി ജെറിക്ക് വേണ്ടിയാണ് അവൾ ഈ തീരുമാനമെടുത്തതെന്ന്. ഒരു രീതിയിൽ തേയ വിവാഹത്തിന് സമ്മതിച്ചപ്പോൾ അവന് ആശ്വാസമാണ് തോന്നിയത്. ജെറിക്ക് തേയ്ക്ക് അപ്പുറം മറ്റാരെയും അമ്മയായി കാണാൻ സാധിക്കില്ല. താൻ കരുതിയതുപോലെ തന്നെ തേയ തന്നെയാണ് ജെറിക്ക് ഏറ്റവും ഉത്തമയായ അമ്മ.
പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മറ്റൊരു ചോദ്യം ഉയർന്നു വന്നു. തനിക്ക് തേയെ സ്നേഹിക്കാൻ സാധിക്കുമോ? ഒരു ഭാര്യയായി കാണാൻ സാധിക്കുമോ? ആ ചോദ്യങ്ങൾ അവനെ അസ്വസ്ഥനാക്കി. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വീടിന് ഒരു പുതുജീവൻ വെച്ചതുപോലെ അവന് തോന്നി. ആ സന്തോഷത്തിൽ അലിഞ്ഞു തീരാൻ അവൻ തീരുമാനിച്ചു. ഇതേ സമയം തേയ ജിമിനെയും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തൻ്റെ സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. ജിമിൻ്റെ ഭാര്യയായി, ഈ വീടിൻ്റെ മരുമകളായി, ജെറിയുടെ അമ്മയായി താൻ മാറാൻ പോവുകയാണ്. തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചു വച്ചിരുന്ന ജിമിനോടുള്ള പ്രണയം പൂവണിയാൻ പോവുകയാണ്. എന്നാൽ അത് അവനോട് തുറന്നു പറയാൻ അവൾക്ക് ധൈര്യം തോന്നിയില്ല. കാരണം ജിമിൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ ജെറിക്ക് വേണ്ടിയാണെന്ന് അവൾക്ക് നന്നായി അറിയാം. എങ്കിലും ജിമിനോടൊപ്പം ജീവിതകാലം മുഴുവനും തനിക്ക് കഴിയാൻ ലഭിച്ച സൗഭാഗ്യത്തെ ഓർത്ത് അവൾക്ക് ഒരുപാട് സന്തോഷമായി. എപ്പോഴെങ്കിലും തനിക്കൊരവസരം കിട്ടിയാൽ ജിമിനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയും എന്നവൾ തീരുമാനിച്ചു.